പിന്നീട് പരീക്ഷത്ത് ചോദിച്ചു, മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അവർ രണ്ടും ഒന്നാണെന്നും പറഞ്ഞു നേരത്തെ. അതെന്താ? പരീക്ഷത്തെ ഭക്തന്മാരുടെ അഹങ്കാരം തീർക്കാൻ ഭഗവാൻ അങ്ങനെ പല ലീലകളും കാണിക്കും. മഹാബലിയുടെ 100 പുത്രന്മാരിൽ മൂത്ത പുത്രനായ ബാണൻ മഹാദേവൻ്റെ ഭക്തനാണ്. മഹാദേവൻ്റെ പ്രദോഷം നിർത്തുന്ന നേരത്തെ ചെണ്ട, ചേങ്കില, മദ്ദളം, കൊമ്പ്, കുഴൽ, ഇടയ്ക്ക, തിമില, ശംഖ് അനേകം വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് മഹാദേവനെ സന്തോഷിപ്പിച്ചു. 1000 കൈകൾ കൊടുത്തു. ആ 1000 കൈകൾ കൊടുത്തതുകൊണ്ട് ചെണ്ട, ചേങ്കില, മിഴാവ്, മദ്ദളം എല്ലാ വാദ്യഘോഷങ്ങളും മുഴക്കാൻ തുടങ്ങി. അതീവ സന്തോഷവാനായി മഹാദേവൻ. എന്താ നിനക്ക് വരവേണ്ടത് ബാണ? എടുത്ത വഴിക്ക് പറഞ്ഞു, പുരാധിപം, അങ്ങ് എൻ്റെ കൊട്ടാരം കാവൽക്കാരനാവണം. ആ ഭക്തിയുടെ ഹുങ്ക് നോക്കൂ. മഹാദേവനോട് പറയുകയാണ്, അങ്ങ് എൻ്റെ കാവലനാവണം. ഗുരുവായൂരപ്പന് എൻ്റെ അച്ഛൻ്റെ കാവൽക്കാരനായില്ലേ, മഹാബലി ചരിതത്തിൽ കണ്ടു. അതിലെ പലരും വരും, അങ്ങോട്ട് നോക്കണമെന്നില്ല, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയല്ലേ കഥ കേട്ടോണ്ടിരിക്കണം, എന്താ അങ്ങോട്ട് നോക്കണേ എല്ലാവരും? രസതേന്ദ്രിയ ദർശനാലിന് ദേവഹൂതി പറഞ്ഞതാ. അവിടെ എന്താ വിശേഷം? എന്നാൽ ഞാൻ നിർത്താം, അത് വന്നിട്ട് ഞാൻ പറയാം. തമ്പുരാന് ഭയങ്കര ശുണ്ഠിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗവതത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എനിക്ക്. ഭാഗവതം കേൾക്കാനിരിക്കുകയാണെങ്കിൽ ഭാഗവതം കേൾക്കാനിരിക്കണം, അതെനിക്ക് നിർബന്ധം. ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, മറ്റ് ശ്രദ്ധയിൽ പോകാൻ സമ്മതിക്കില്ല. ഭാഗവതം കേൾക്കാൻ വന്നിരുന്നോ, ഭാഗവതം കേൾക്കണം, അത് നിർബന്ധമാണ്. പലരും വന്നോട്ടെ, അവരും ഭാഗവത കഥ കേൾക്കാൻ വരണവരല്ലേ. ഇതാണ് ദേവഹൂതി പറഞ്ഞേ. ദേവഹൂതിയുടെ കഥ കേട്ടിട്ടും നമ്മൾ പാഠം പഠിക്കണില്ല, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കണ പോലെയാ. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് മുഴുവൻ. നമ്മളാകുന്ന മനുഷ്യർക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് നന്നായിട്ടറിയാം. അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ കൂടെ തരണത്. ഭേഷജവും ഭിഷക്കമായിരിക്കുന്ന ഭഗവാന്റെ കഥകൾ. നിങ്ങളുടെ ശ്രദ്ധ പോയാൽ എന്താ കുഴപ്പം തരുമോ? എൻ്റെ കണക്ഷൻ പോവും, ഞാൻ എന്താ പറഞ്ഞു എന്നുള്ള എനിക്കെന്നെ പിടിയിട്ടുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് ഫാൻ ഓസിലേറ്റ് ചെയ്യുന്നത് പോലെ ആരെങ്കിലും വന്നാൽ തല അങ്ങോട്ട് തിരിക്കാണ്ടിരിക്കുക. എൻ്റെ മോന്ത കാണാൻ വിഷമമുണ്ടെങ്കിൽ കണ്ണടച്ചോളൂ, എന്നാലും വേണ്ടില്ല. ബാണൻ പറഞ്ഞത് എൻ്റെ കൊട്ടാരം കാവൽക്കാരനാവണം എന്ന്. അച്ഛൻ്റെ കാവൽക്കാരനാവാം ഗുരുവായൂരപ്പൻ എന്നുണ്ടെങ്കിൽ മകൻ്റെ കാവൽക്കാരനാവാം മമ്മിയൂരപ്പന്. മമ്മിയൂരപ്പൻ അങ്ങനെ കൊട്ടാരം കാവൽക്കാരനായി, യാതൊരു വിരോധവും ഇല്ല അദ്ദേഹത്തിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാണൻ്റെ പുത്രി ഉഷ സ്വപ്നത്തിൽ അതിസുന്ദരനായൊരു യുവാവിനെ കണ്ടു മോഹിച്ചു. കൂട്ടുകാരി ചിത്രലേഖയുണ്ട്, മന്ത്രിയായ കുംഭാണ്ഡൻ്റെ പുത്രിയാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉറക്ക കരയാൻ തുടങ്ങി. കാര്യങ്ങൾ മനസ്സിലായി. ആ രാജകുമാരൻ്റെ പേരെന്താ അതറിഞ്ഞൂടാ, അച്ഛൻ്റെ പേരെന്താ അറിയില്ല, അമ്മയുടെ പേരെന്താ അറിയില്ല, വംശമേതാ അറിയില്ല, രാജ്യമേതാ അറിയില്ല. വേറൊരാൾ സ്വപ്നത്തിൽ കണ്ടത് എങ്ങനെയാ അറിയാൻ പറ്റണേ? ലോകത്തിലുള്ള പ്രശസ്തരായ രാജാക്കന്മാരെ മുഴുവൻ ചിത്രം വരച്ചു, ആരുമല്ല, ഭഗവാന്റെ ചിത്രം വരച്ചു. ഛായയുണ്ടെന്ന വംശം മനസ്സിലായി. ഭഗവാന്റെ പുത്രൻ പ്രദ്യുമ്നൻ്റെ പടം വരച്ചു, കുറച്ചും കൂടി ഛായയുണ്ട്. അനിരുദ്ധൻ്റെ പടം വരച്ചപ്പോൾ ഇത് തന്നെ എന്ന് പറഞ്ഞ് ഫോട്ടോ കെട്ടിപ്പിടിച്ചു. ഭഗവാന്റെ പൗത്രനായ അനിരുദ്ധനെ കണ്ടിട്ടാണ് ഉഷ മോഹിച്ചതെന്ന് മനസ്സിലായി. മായാവിനിയായുള്ള ചിത്രലേഖ ദ്വാരകയിൽ നിന്ന് അനിരുദ്ധനെ ഉറക്കത്തിൽ എടുത്തുകൊണ്ടുവന്ന് ഉഷയുടെ അന്തഃപുരത്തിൽ കെടുത്തി. അവർ തമ്മിൽ ഗാന്ധർവ വിധിപ്രകാരം വിവാഹിതരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ബാണൻ കൊട്ടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന മഹാദേവനോട് പറഞ്ഞത്, മഹാദേവ, അങ്ങ് തന്നിരിക്കുന്ന 1000 കൈകൾ എനിക്ക് വല്ലാതെ വേസ്റ്റാണ്, കൈ തരിക്കണു. എൻ്റെ കൈത്തരിപ്പ് തീർക്കാൻ പറ്റിയൊരു പ്രതിയോഗിയെ കാണാനില്ല, നമുക്ക് തമ്മിൽ യുദ്ധം ചെയ്താലോ? തശ്രുത്വ ഭഗവാൻ ക്രുദ്ധ. ഇത് കേട്ടപ്പോൾ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് കോപം വന്നു. കേതുസ്തേ ഭജ്യതേ യഥാ, നിൻ്റെ കൊടിമരത്തിലെ കൊടിക്കൂറ എന്ന് മുറിഞ്ഞു വീഴണോ അന്ന് എനിക്ക് തുല്യനായ ഒരുത്തൻ നിൻ്റെ കൈത്തരിപ്പ് തീർക്കാൻ വരും. നിൻ്റെ ഈ ഭാരമുള്ള കൈകൾ ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റിയ ഓർത്തോപീഡിക് സർജൻ നിൻ്റെ അടുത്ത് വരും, നീ കാത്തിരുന്നോളൂ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉഷയ്ക്ക് ഗർഭലക്ഷണങ്ങൾ കണ്ടു എന്ന് തോഴിമാർ വന്ന് പറഞ്ഞത്. ആ നേരത്ത് കൊടിക്കൂറം മുറിഞ്ഞു വീണു. ഒരേ സമയത്ത് ബാണന്
ദേഷ്യവും വന്നു, സന്തോഷവും വന്നു. സന്തോഷം വരാൻ കാരണം തൻ്റെ കൈത്തരിപ്പ് തീർക്കാൻ ഒരുത്തം വരണു. ക്രോധം വരാൻ കാരണം തൻ്റെ മകള് വഴിതെറ്റിയിരിക്കണു. ഉഷയുടെ അന്തഃപുരത്തിൽ ചെന്നപ്പോഴാണ് കാമാത്മജം തം ഭുവനൈക സുന്ദരം, ഭഗവാന്റെ പേരക്കുട്ടിയല്ലേ ത്രൈലോക്യ സുന്ദരൻ. പക്ഷേ അവിഹിതമായിട്ട് തൻ്റെ മകളുടെ കൊട്ടാരത്തിൽ കടന്നു, നാഗപാശം കൊണ്ട് ബന്ധിച്ചു. ഇതറിഞ്ഞു ഭഗവാൻ. സുദർശന ചക്രവുമായിട്ട് ചെന്നു. ബാണൻ്റെ കൊട്ടാരത്തിൽ ചെന്ന സമയത്താണ് അവിടെ കൊട്ടാരം കാവൽക്കാരനായിട്ട് മഹാദേവൻ നിൽക്കണു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. മഹാദേവൻ ഒരു ശിവജ്വരത്തിനെ പുറപ്പെടുവിച്ചു, ഗുരുവായൂരപ്പൻ ഒരു വൈഷ്ണവജ്വരത്തിനെ പുറപ്പെടുവിച്ചു. വൈഷ്ണവജ്വരം ശിവജ്വരത്തിനെ പരാജയപ്പെടുത്തി. തൃശിരസ് എന്ന പേരുള്ള ആ ശിവജ്വരം ഭഗവാനെ സ്തുതിക്കുകയാണ്. നമാമിജ്ഞാനന്ദ ശക്തിം പരേശം എന്ന് തുടങ്ങുന്ന 4 ശ്ലോകങ്ങളുണ്ട്. ജ്വരസ്തുതി എന്നാണ് പറയുക. അസുഖം വന്ന് കിടക്കുന്നവരെ ഭക്തിയോടുകൂടി ഈ 4 ശ്ലോകങ്ങൾ തൊട്ട് ജപിച്ചാൽ ജ്വരമുക്തി വരും എന്ന് ആചാര്യന്മാരതിൻ്റെ ഫലശ്രുതിയിൽ പറയണു. അങ്ങനെ ഈ ജ്വരത്തിൽ നിന്ന് ഭയമുണ്ടാവില്ല ഈ ജരസ്തുതി ചൊല്ലിക്കഴിഞ്ഞാൽ.